ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അഞ്ജു മുരളി. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് SSC, RRB, ബാങ്ക് എക്സാംസിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട സ്പീഡ് മാത്സ് ട്രിക്സ് ഉണ്ട്. കാരണം ഈ കോമ്പറ്റിറ്റീവ് എക്സാംസ് ഒക്കെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് സമയത്തിനുള്ളിലേക്ക് ആൻസർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. സ്പീഡ് മാത്സ് ട്രിക്സിൽ വളരെ ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഏതൊരു കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിലും യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ് CC ലേണിംഗ് ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. ഡെയിലി ഫ്രീ മോക്ക് ടെസ്റ്റ്, ക്വിസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, PDF എല്ലാം നമുക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. സോ യു ക്യാൻ ഡൗൺലോഡ് ആൻഡ് യൂസ്. ഓക്കെ, അപ്പൊ സ്പീഡ് മാത്സ് ട്രിക്സിന്റെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിപ്പോ നിങ്ങൾക്ക് ഒരു എക്സാമിനൊന്നില്ല, ഒരു പർട്ടിക്കുലർ എക്സാമിന് എന്നല്ല, ഏത് കോമ്പറ്റിറ്റീവ് എക്സാം ആയാലും മാത്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ SSCയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും SSC, RRB ഏത് എക്സാം ആയാലും മാത്സിലേക്ക് വരുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് എപ്പോഴും ഇതുപോലുള്ള സ്പീഡ് മാത്സ് ട്രിക്സ്, അതുപോലെ പെർസെൻറ്റേജിലേക്ക് വരുമ്പോൾ അവിടെ പഠിക്കുന്ന കുറേ ബേസിക്സ് പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ ബേസിക്സ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഇതുപോലുള്ള ബേസിക്സ് പറഞ്ഞിട്ടാണ് നമ്മൾ എപ്പോഴും ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. കാരണം എല്ലാവർക്കും അഡ്വാൻസ് ലെവലിലേക്കൊന്നും ആദ്യം പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാറുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ട്രിക്സ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11, 111, 1111, അതായത് 1 റിപ്പീറ്റ് ചെയ്ത് വരുന്ന നമ്പേഴ്സ് വെച്ചിട്ട് ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് വളരെ ഈസിലി ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രിക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തേത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11 ആണ്. ഓക്കെ, 11 വെച്ചിട്ട് മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം? 35 into 11 ആണ്. 35 into 11. അപ്പൊ നിങ്ങൾ നോക്കാം, ഞാൻ ഇവിടെ അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് 5ന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തു, ദെൻ 35നെ അണ്ടർലൈൻ ചെയ്തു, ദെൻ 3യുടെ താഴെ അണ്ടർലൈൻ ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയോ? ഈ അണ്ടർലൈൻ ചെയ്തത് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാന്ന് വെച്ചാൽ ഫസ്റ്റ് 5 അല്ല എടുത്തത്, സോ 5, ദെൻ 35ന്റെ അണ്ടറിലാണ് ലൈൻ ചെയ്തത്. സോ എന്ത് ചെയ്യുക? 3 + 5 ചെയ്യുക. 3 + 5 എന്താണ്? 8. ദെൻ എന്താണ്? 3യുടെ അണ്ടറിലാണ് ലൈൻ ചെയ്തത്, സോ 3. സോ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേഷൻ ചെയ്യാന്നുള്ളതാണ്. നമുക്കിതല്ല, നമ്മൾ നോർമലി എന്താ ചെയ്യുക? 35 into 11, 5, 3, വീണ്ടും 5, 3, 385, ഇതല്ലേ? സോ ഇത് ചെയ്യാൻ എടുക്കുന്ന സമയം എത്രയാ? ഇത് കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യം പോലും വരില്ല. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. എങ്ങനെയാ മാത്സിന്റെ സ്പീഡ് കൂടുക? മാത്സിന്റെ സ്പീഡ് കൂടുന്നത് എപ്പോഴും നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്ത് വെറുതെ വായിച്ചു പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് അല്ല മാത്സ്. എപ്പോഴും നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്ത് മാത്രമാണ് നമുക്ക് സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. സോ മാക്സിമം കിട്ടുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അടുത്ത ചോദ്യം നോക്കുക. 16 into 11. ഞാൻ അഗെയിൻ അണ്ടർലൈൻ ചെയ്യുവാണ്. 6, 16, then 1 ന്റെ അടിയിൽ. ഓക്കെ, അപ്പൊ എന്താണ്? 6, 6 + 1, 7, then 1. ഓക്കെ, അടുത്ത് നോക്കുക. 37 into 11. ഇനി അണ്ടർലൈൻ ചെയ്യണോ? അണ്ടർലൈൻ ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. 7, then 7 + 3, 10, 0, റിമൈൻഡർ 1. ഓക്കെ, 3 + 1, 4, 407. ഓക്കെ, ഇതാണ് 7, 37, 3. ഫസ്റ്റ് 7 എഴുതി, then 3 + 7, 10, 0, റിമൈൻഡർ 1, 3 + 1, 4. ഓക്കെ, അപ്പോൾ ബിഗിനേഴ്സ് ആയാലും SSC പോലുള്ള എക്സാംസിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ PSC കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടുന്നതാണ് SSC. നമുക്ക് ഒരുപാട് കാലം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ വർഷവും നമുക്ക് SSCയുടെ എക്സാംസ് വരുന്നുണ്ട്. SSC ആയാലും RRB ആയാലും ഈവൻ ബാങ്ക് ആയാലും എല്ലാ വർഷവും എക്സാംസ് വരുന്നതാണ്. സോ നമ്മൾ കുറേ നാളത്തേക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെയുള്ളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു കൺസേൺ ഈ മാത്സ് എങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളതായിരിക്കും മെജോറിറ്റി ആസ്പിറൻസിന്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലുള്ള ബേസിക്സിന്ന് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പർപ്പസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു സീരീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 11. അടുത്തൊരു പ്രോബ്ലം നിങ്ങൾ ഇതുപോലെ അണ്ടർലൈൻ ചെയ്യാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെ വരും? 9. ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒപ്പം ചെയ്യുക. പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് ഒപ്പം ചെയ്യുക. ആദ്യമൊക്കെ പെൻ ആൻഡ് പേപ്പർ യൂസ് ചെയ്യേണ്ടവരും പിന്നെ പെൻ ആൻഡ് പേപ്പർ ഇല്ലാതെ തന്നെയും നമുക്ക് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, 9 + 7, 16, 6, റിമൈൻഡർ 1, then 7, 7 + 1, 8. എത്ര കിട്ടും? 869 എന്ന് കിട്ടും. Then 93 into 11.
93 into 11 എന്ത് വരും? ഫസ്റ്റ് 3, then 9 plus 3 12, റിമൈൻഡർ 1, 9 plus 1 10. കണ്ടോ 1023. ഇത്രയും സ്പീഡിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇവിടെ നോക്കുന്നു വെരിഫൈ ചെയ്യാം. 9, then 7 plus 9 16, 6 എഴുതി, റിമൈൻഡർ 1, then 7, 7 plus 1 8. ഇവിടെയോ 3, then 93യുടെ അടിയിൽ അണ്ടർലൈൻ, 9 plus 3 12 ആണ്, 2 എഴുതി, റിമൈൻഡർ 1 വന്നു, then 9ന്റെ അണ്ടറിൽ ലൈൻ ചെയ്തു, 9 plus 1 10, 1023. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പൊ ഇവിടെ എല്ലാം നമുക്ക് എന്തായിരുന്നു? 2 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. ഇനി താഴെ നോക്കിയ ഒരു 2 3 ഡിജിറ്റ് നമ്പേഴ്സും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് 3 ഡിജിറ്റ് നമ്പറിനെ 11 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാ. അപ്പൊ നിലവിൽ നമ്മൾ ഇതുവരെ ചെയ്തത് 2 ഡിജിറ്റ് നമ്പറിനെ 11 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആൻസർ കിട്ടുക എന്നുള്ളതാണ്. സോ 3 ഡിജിറ്റ് നമ്പറിനെ 11 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സാധാ ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. 383 into 11 ആണല്ലേ, 383 into 11. സോ നമ്മൾ ഫസ്റ്റ് ചെയ്യാം 1 into 383, 383. അടുത്തത് വീണ്ടും 383, 3 11, റിമൈൻഡർ 1, 8 plus 4 12, 1 3 plus 1 4, 4 2 1 3 നമുക്ക് കിട്ടുക അല്ലെ. ഇനി ഷോർട്ട് കട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് 4213 ആണ് ആൻസർ കിട്ടിയേക്കുന്നത്. ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ 3 അണ്ടർലൈൻ ചെയ്യാം, യൂണിറ്റ് ഡിജിറ്റ്, ദാറ്റ് ഈസ് 3 itself. ദെൻ 8 plus 3 എന്ത് വരും? 11, റിമൈൻഡർ എന്താണ്? 1. ഓക്കെ, ദെൻ 3 plus 8 എന്ത് വരും? ആദ്യത്തെ 2 ഡിജിറ്റ് സം ചെയ്യുമ്പോൾ 11, 11 plus 1 12, 2, റിമൈൻഡർ 1. ദെൻ ഫസ്റ്റ് ഡിജിറ്റ് ദാറ്റ് ഈസ് 3, 3 plus 1 4, 4 2 1 3. അതെങ്ങനെയാണ് അണ്ടർലൈൻ ചെയ്തതെന്ന് ഞാൻ ഇവിടെ കാണിക്കാം. 383 ആണ് അല്ലെ നമ്മൾ എടുത്തത്, 383. ഫസ്റ്റ് ഈ 3, ദെൻ ഈ 2 ഡിജിറ്റ്, ദെൻ ഫസ്റ്റ് 2 ഡിജിറ്റ്, ദെൻ ഈ ഡിജിറ്റ്. ഇങ്ങനെയാണ് അണ്ടർലൈൻ ചെയ്തത്. ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോൾവ് ചെയ്ത് പോവേണ്ടത്. സോ 3 വന്നു, 8 plus 3. അപ്പൊ ഷോർട്ട് കട്ട് ചെയ്യുമ്പോൾ 383 into 11 ആണ്. അപ്പൊ 3 വന്നു, 8 plus 3 11 ആണ്, 1 റിമൈൻഡർ 1, ദെൻ 3 plus 8 11 plus 1 12, 2 റിമൈൻഡർ 1, 3 plus 1 4, 4 2 1 3. ഓക്കെ, അടുത്ത എന്താണ്? 456 into 11. അപ്പൊ എന്ത് വരും? നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് 6, ദെൻ 56, 45 4. ഓക്കെ, 6, 5 plus 6 11, റിമൈൻഡർ 1, 5 plus 4 9, 9 plus 1 10, 0, റിമൈൻഡർ 1, 4 plus 1 5, 5016. നോർമലി ചെയ്ത് നോക്കി കിട്ടുന്നുണ്ടോ എന്നുള്ളത്. 456, 6, 11, 10, 5016. കറക്റ്റ് അല്ലേ? അപ്പൊ 3 ഡിജിറ്റ് വരുമ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്താൽ ആൻസർ പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അപ്പൊ ആദ്യം നിങ്ങൾ വിചാരിക്കുക അണ്ടർലൈൻ ചെയ്യുന്നതൊക്കെ ഓർത്തെടുത്തിട്ട് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറെ അധികം സമയം എടുക്കില്ലേ? ആ സമയം കൊണ്ട് അങ്ങനെ പലരും ചോദിക്കാറുണ്ടേ, ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ പറ്റില്ലേ എന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾക്ക് കുറെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ. കാരണം ഇത് ഈ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു വെച്ച് അങ്ങ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഈ സാധാ രീതിയൊക്കെ നമ്മൾ അങ്ങ് മറന്നു. പിന്നെ നമ്മൾ ഈ ഷോർട്ട് കട്ടിൽ ആൻസർ കണ്ടെത്തുന്ന കാര്യം നമ്മുടെ മെമ്മറിയിൽ വരെയുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഒരു ചേഞ്ച്. പിന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ നേരത്തെ 2-3 മിനിറ്റ് എടുക്കുന്നത് 1 മിനിറ്റ് താഴെ, ചിലപ്പോൾ 10 സെക്കൻഡില് പെന്നും പേപ്പറും യൂസ് ചെയ്യാതെ ഒക്കെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും ബൈ പ്രാക്ടീസ്. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 111. ഓക്കെ, അപ്പൊ അതിന് മുന്നേ ആയിട്ടൊരു കാര്യം പറയാണ്. നമ്മുടെ ഈ എക്സാംസിന് ഏത് എക്സാം ആയാലും നമ്മൾ SSC, RRB, SBI, IBPS പോലുള്ള ബാങ്ക് എക്സാംസ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് എടുത്ത് പഠിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം മോക്ക് ടെസ്റ്റ് എടുത്ത് പഠിച്ചാൽ മാത്രമാണ് നമ്മൾ റിയൽ എക്സാമിന് പോകുമ്പോൾ ആ ഒരു പേടിയില്ലാതെ, ആ ഒരു ടെൻഷൻ ഇല്ലാതെ, വിതൗട്ട് എനി സ്ട്രെസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറെ ടെസ്റ്റ് എടുക്കുക, മോക്ക് ടെസ്റ്റ് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ കുറെ ടെസ്റ്റ് സീരീസ് ആഡ് ചെയ്യുന്നുണ്ട്. SBI, IBPS പോലുള്ള ബാങ്ക് എക്സാമിനും SSC, RRB എക്സാംസിനൊക്കെ ആയിട്ട്. സോ ആ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 111 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സോ 35 into 111. അപ്പൊ അതിന് ഞാൻ ഫസ്റ്റ്, ഇത് 2 ഡിജിറ്റ് നമ്പർ അല്ലേ, ഇവിടെ ആദ്യം നമുക്ക് കുറച്ച് 2 ഡിജിറ്റ് നമ്പേഴ്സാണ് തന്നേക്കുന്നത്. സോ ദാറ്റ് ഞാൻ ഫസ്റ്റ് ഒരു 0 ആഡ് ചെയ്യാണ്. അപ്പൊ അതെന്തായി? 035 എന്ന് വെച്ചാല് 35 തന്നെയല്ലേ? ഓക്കെ, നോ ചേഞ്ച്. 35 0 ആഡ് ചെയ്താലും സെയിം തന്നെയാണ്. ഓക്കെ, 35 into 111 നോർമലി ചെയ്ത് എങ്ങനെ ഉണ്ടാവും? 35 into
111. നമുക്ക് വേണമെങ്കിൽ 111 മേലെ എഴുതാം. 5 into 111, 555. ഓക്കെ, 3 into 111, 333. എത്ര വന്നു? 3885. ഇത് നമ്മൾ നോർമൽ ചെയ്യുന്ന മെത്തേഡ്. ഷോർട്ട് കട്ടിലോ 035 into 111. ഫസ്റ്റ് ഈ 5, ഓക്കെ, യൂണിറ്റ് ഡിജിറ്റ് 5. ദെൻ 3 plus 5, 8. ഓക്കെ, അടുത്തത് ഈ 035, 3 ഡിജിറ്റും കൂടെ എടുക്കുക. അപ്പൊ 0 plus 3 plus 5 again 8. Then 0 plus 3, 3, 3885. So simple, right? അടുത്ത എന്ത് വരും? 016 into 111. So first unit digit 6, then 1 plus 6 is 7, 0 plus 1 plus 6 is 7, then 0 plus 1, 1, 1776. Okay, 37 into 111. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ? ഇപ്പൊ നമ്മൾ 1C ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ സോൾവ് ചെയ്തു. പിന്നെ നിങ്ങൾ സെയിം ക്വസ്റ്റ്യൻ എടുക്കുക. സെയിം ക്വസ്റ്റ്യൻ എടുത്തിട്ട് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ദെൻ അങ്ങനെ വീണ്ടും 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 ട്രൈ ചെയ്യുക. എന്നിട്ട് ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം നമ്പർ ഇട്ടിട്ട് ഇത് ചേഞ്ച് ചെയ്തിട്ട് ട്രൈ ചെയ്യാം. എന്നിട്ട് കാൽക്കുലേറ്റർ നോക്കുക കറക്റ്റ് ആണോ എന്നുള്ളത്. അങ്ങനെ ചെയ്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. പിന്നെ സ്പീഡ് മാത്സ് ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഒരു പർട്ടിക്കുലർ ടോപ്പിക് എന്നുള്ളതല്ല, അത് എല്ലാത്തിലും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? സ്പീഡ് മാത്സ് ട്രിക്സ് പഠിച്ചിട്ട് അത് അവിടെ വെക്കാനുള്ളതല്ല. നിങ്ങൾ ബാക്കി ടോപ്പിക്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെർസെൻറ്റേജ് ഓർ ആവറേജ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഏത് ടോപ്പിക് എടുത്താലും ഡെയിലി നിങ്ങൾ ഈ സ്പീഡ് മാത്സ് ട്രിക്സിലെ കുറേ പ്രോബ്ലംസ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നോക്കുക. ഇതിന് വേണ്ടിയിട്ടൊരു 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ഡെയിലി സ്പീഡ് മാത്സ് ട്രിക്സ് പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. സ്പീഡ് മാത്സ് ട്രിക്സ് പഠിക്കുക എന്നുള്ളതല്ല, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട്. എന്നിട്ട് ബാക്കി ടോപ്പിക്സ് പഠിക്കാവുന്നതാണ്. ഓക്കെ, 37 into 111. വേഗം പറയാം, എങ്ങനെയായിരിക്കും 37 into 111? 0 ആഡ് ചെയ്യും അല്ലേ? 037 into 111. ഫസ്റ്റ് യൂണിറ്റ് ഡിജിറ്റ് 7. Then 37, 10. 3 plus 7, 10. 0, remainder 1. 0 plus 3 plus 7, 10. Plus ആ റിമൈൻഡർ 1 കൂടെ ആഡ് ചെയ്ത 11. So 1. വീണ്ടും എന്ത് വന്നു? റിമൈൻഡർ 1 വന്നു. Then 0 plus 3, 3. 3 plus 1, 4. 4107. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ അപ്പൊ തന്നെ എന്ത് ചെയ്യാം? അപ്പൊ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, കറക്റ്റ് ആണോ? 777, 333, 7, 10, 11, 4, 4107. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? നോർമലി ചെയ്യുന്ന രീതിയിൽ വെരിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വെരിഫൈ ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ തെറ്റിപ്പോയാൽ എന്ത് ചെയ്യില്ല, മനസ്സിലാവില്ല. 79 into 111. ഫസ്റ്റ് ഒരു 0 ആഡ് ചെയ്തു. 079 into 111. 9. 7 plus 9, 16. Remainder 1. 0 plus 7 plus 9, 16. Plus 1, 17. Remainder 1. 0 plus 7, 7. 7 plus 1, 8. 8, 7, 6, 9. Next, 93 into 111. 3. 9 plus 3. 0 add ചെയ്തു. 9 plus 3, 12. 2. Remainder 1. 0 plus 9 plus 3, 12. 12 plus 1, 13. 3. Remainder 1. 0 plus 9, 9. 9 plus 1, 10. 10,323. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 285 into 111. അവിടെ എന്താണ് ചേഞ്ച് വന്നിട്ടുള്ളത്? അവിടെ നമുക്ക് ഇത്ര നേരം നമുക്ക് 2 ഡിജിറ്റ് നമ്പർ ആയിരുന്നു. 2 ഡിജിറ്റ് നമ്പറിനെ 111 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറയുമ്പോൾ വൈ നമ്മൾ 0 ആഡ് ചെയ്തത്? നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. 111 എന്ന് പറഞ്ഞാൽ അവിടെ 3 ഡിജിറ്റ് ആണ്. സോ നമുക്ക് ഗിവൺ നമ്പർ ഓൾസോ 3 ഡിജിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റിൽ നമ്മൾ 0 ആഡ് ചെയ്തത്. ഫസ്റ്റിൽ 0 ആഡ് ചെയ്തെന്ന് വെച്ചാൽ നമ്പറിന് ഒരു ചേഞ്ചും വരില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ 0 ആഡ് ചെയ്ത് നമ്പർ എഴുതി വെക്കുന്നത്. നെക്സ്റ്റ് 285 into 111. 285 into 111 എന്ന് പറയുമ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ നോർമൽ രീതി ചെയ്യാം. ഓക്കെ, 285, 111. അപ്പൊ 285 എന്ത് വരും? 5, 13, 1, 8 plus 11 plus 5, 16, 11, 3. 31635. ഓക്കെ, അത് നമുക്ക് നോക്കാം ഇവിടെ കിട്ടണ്ടോന്ന്. ഫസ്റ്റ് 5 എടുത്തു. യെസ്, 5. 8 plus 5, 13, 3, 1 റിമൈൻഡർ. 2 plus 8 plus 5. 2 plus 8 plus 5, 15 plus 1, 16. 6, remainder 1. 6, remainder 1. Then 2 plus 8, 10 plus 1, 11. Again remainder 1. Then 2. 2 plus 1, 3. 31635. സെയിം കിട്ടിയല്ലോ. യെസ്, അതുപോലെ 421 നോക്കുക. ഫസ്റ്റ് എന്തെടുക്കുക? 1. 2 plus 1, 3.
4 plus 2 plus 1 7, then 4 plus 2 6, then 4 4 6 7 3 1. ഓക്കെ, അപ്പൊ നമ്മൾ 111 വെച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് വളരെ ഈസിലി ചെയ്യാന്നുള്ളത് കണ്ടു. ഓക്കെ, അടുത്തത് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 1111. 1111 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ഈസിലി ചെയ്യാന്നുള്ളതാ. അപ്പൊ 1111 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് എല്ലാം എന്താണ്? 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1111 4 ഡിജിറ്റ് നമ്പറാ. അപ്പൊ തന്നേക്കുന്ന നമ്പർ 2 ഡിജിറ്റ് ആക്കണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? 4 ഡിജിറ്റ് ആക്കണം. 4 ഡിജിറ്റ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനീഷ്യലി ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുക. 2 0 ഇവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 0035. അത് സെയിം ആസ് 35. ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ്. നമുക്ക് നോർമൽ മെത്തേഡിൽ ചെയ്യാം. ഇൻറ്റു 35. 5555, 3333 എന്ത് വരും? 38885. 38,885 എന്ന് വരും. ഇവിടെ നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റ് 5, then 3 plus 5 8, 0 plus 3 plus 5 8, 0 plus 0 plus 3 plus 5 8, then ഈ മിഡിലെ 2 ഡിജിറ്റ്സ് 0 plus 3 3, 38885 എന്ന് കിട്ടി. അതുപോലെ അടുത്ത എന്തായിരിക്കും? 6 plus 1 7, 0 ആഡ് ചെയ്തില്ല. 0 plus 1 plus 6 7, 0 plus 0 plus 1 plus 6 7, 0 plus 1 1, 17,776. അടുത്തത് 2 0 ആഡ് ചെയ്തു. 7, 3 plus 7 10, 0 റിമൈൻഡർ 1, 0 plus 3 plus 7 10 plus 1 11, 1 റിമൈൻഡർ 1, 0 plus 3 plus 7 10 plus 1 11, 1 റിമൈൻഡർ 1. then മിഡിലെ 2 നമ്പർ 0 plus 3 4, 0 plus 3 3, 3 plus 1 4, 4 1 1 0 7. ഓക്കെ, അടുത്തത് 0 0 ആഡ് ചെയ്തു. 9, 9 plus 7 16, 6 റിമൈൻഡർ 1, again 16 plus 1 17, remainder 1, again 9 plus 7 16 plus 1 17, remainder 1, then 0 plus 7 7 plus 1 8, 87769, 87769. ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ 1111 into 79. അപ്പൊ 4 9 4 7 എന്ത് വരും? 9 16 17 17 8, 87769. ഓക്കെ, ഡൗട്ട് എപ്പോൾ വന്നാലും എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യാം. ഓക്കെ, 93 into 1111. അപ്പൊ 2 0 ആഡ് ചെയ്തു. ഫസ്റ്റ് 3, then 9 plus 3 12, remainder 1, 0 plus 9 plus 3 12 plus 1 13, remainder 1, then 12 plus 1 13, remainder 1, 0 plus 9 9 plus 1 10, 103323 എന്ന് കിട്ടും. 1,03,323 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? 11 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, 111 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, 1111 വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഇത്രയത്തിന്റെ നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ എപ്പോഴെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോൾ 11 1111 അല്ലെങ്കിൽ 111 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിലി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? യെസ്. ഇനി അടുത്തത് കുറച്ച് സ്പെഷ്യൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് ഇതാണ് ജനറൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് കാണുമ്പോൾ ഇത് എന്താ എഴുതി വെച്ചേക്കെ തോന്നും, പക്ഷെ നിങ്ങൾ നോക്കി നോക്ക്. PQ into 101 എന്താണ്? PQ. ഓക്കെ, PQ സെയിം തന്നെ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. PQ into 1001, PQ ഇടയ്ക്കൊരു 0യും വന്നു, then PQ. അടുത്തത് PQ into 10,001 എന്ത് വരും? PQ ഇടയ്ക്കൊരു 2 0 വന്നു, then again PQ. അടുത്തത് PQR into 1001. ഇവിടെ എന്താണ്? ഇവിടെ PQ മാത്രമേ ഉള്ളൂ. ഇവിടെ 3 ഡിജിറ്റ് വന്നു, PQR. ഓക്കെ, 1001 PQR റിപ്പീറ്റ്. then PQR into PQR into 1001 എന്ന് പറയുമ്പോൾ ഇവിടെ PQR 3 ഡിജിറ്റ് ആണ്. ഇതൊക്കെ എന്താണ്? PQ എന്ന് പറയുമ്പോൾ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. PQ എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് മാത്രമേ ഉള്ളൂ. PQR is a 3 ഡിജിറ്റ് നമ്പർ. അപ്പോൾ ആദ്യം 101 ആയിരുന്നു,
ബാക്കിയെല്ലാം 1001 ആണ്. അപ്പോൾ 2 ഡിജിറ്റ് നമ്പറിനെ 100 സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 101 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PQ. 2 ഡിജിറ്റ്, ആദ്യം വരുന്ന 2 ഡിജിറ്റ് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, ഇനി ഒരു 2 ഡിജിറ്റ് നമ്പറിനെ 1001 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആദ്യം വരുന്ന 2 ഡിജിറ്റ് നമ്പർ, പിന്നെ ഒരു 0, ദെൻ സെയിം 2 ഡിജിറ്റ് നമ്പർ. പിന്നെ PQവിനെ 10,001 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫസ്റ്റ് PQ, പിന്നെ 2 0, വീണ്ടും PQ എന്ന് വരും. ദെൻ അതായത് ആദ്യം ഒരു 2 ഡിജിറ്റ് നമ്പർ, പിന്നെ ഒരു 2 0, വീണ്ടും ആ 2 ഡിജിറ്റ് നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. പിന്നെ PQR ഈസ് എ 3 ഡിജിറ്റ് നമ്പർ. 3 ഡിജിറ്റ് നമ്പറിനെ 1001 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? PQR. അതായത് ഒരു 3 ഡിജിറ്റ് നമ്പർ വീണ്ടും അതേ 3 ഡിജിറ്റ് നമ്പർ റിപ്പീറ്റ് ആയിട്ട് വരുന്നു. അതാണ് ബേസിക്കലി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നു എന്നേ ഉള്ളൂ, സംഭവം സിമ്പിൾ ആണ്. നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഇപ്പറ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അന്ന് ചെയ്ത് നോക്കാം. 35 × 101. 101 വെച്ചൊരു 2 ഡിജിറ്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? PQ. അതായത് ഈ 35 ഇത്രയേ ഉള്ളൂ. 35 റിപ്പീറ്റ് ചെയ്ത് വരും. ദെൻ PQ × 1001, അതാണ് ഇവിടെ 16 × 1001. എന്താണ് PQ? 16 0 16, ആദ്യം ഒരു 16, പിന്നെ 0, വീണ്ടും 16. PQ × 10,001, ഇവിടെ 37 × 10,001 ആണ്. 37 2 0, വീണ്ടും 37. സോ സിമ്പിൾ. ഇനി PQR × 1001, ഇവിടെ എന്താണ്? 636 × 1001. PQR റിപ്പീറ്റഡ് ആണ്, ദാറ്റ് ഈസ് 636. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും എഴുതി നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏത് വരുമ്പോൾ 101, 1001, 10,001 ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം? നേരെ ആൻസർ പറക്കി എഴുതാവുന്ന രീതിയിലാണ്. നമുക്ക് ഒരു കാൽക്കുലേഷൻ ആഡ് ചെയ്യാൻ പോലും ഇല്ല, ജസ്റ്റ് ആ ഡിജിറ്റ് എടുത്ത് എഴുതുക, ഇടയ്ക്ക് 0 വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ ഇതിൽ വരുമ്പോഴത്തേക്കും. യെസ്, സോ ദീസ് ആർ സം സ്പെഷ്യൽ മൾട്ടിപ്ലിക്കേഷൻസ്. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഡിജിറ്റ് നമ്പർ ബൈ അനദർ 2 ഡിജിറ്റ് നമ്പർ. ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസിലി മൾട്ടിപ്ലൈ ചെയ്യാം? ഫോർ എക്സാമ്പിൾ 21 × 12. നമ്മൾ നോർമലി എങ്ങനെയാ ചെയ്യുക? 21 × 12. 1 × 2 2, 2 × 2 4, 1 × 1 1, 1 × 2 2, then 2 5 2, 252. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുക. ഈസിലി ചെയ്യാവുന്നത് എങ്ങനെയാണെന്നറിയോ? 21 × 12. ഫസ്റ്റ് 1 × 2 ചെയ്യാം. 1 × 2 2. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2 × 2 4, 1 × 1 1, 4 + 1 5. ദെൻ 2 × 1 എന്ത് കിട്ടും? 2, 252 കിട്ടിയല്ലോ. ഫസ്റ്റ് എന്ത് ചെയ്യുക? ഈ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക, ദെൻ ഈ 2 നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു നമ്പർ എടുത്ത് ചെയ്യാം. 81 × 27. 1 × 7 7, 7 × 8 56, 1 × 2 2, ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 58. അപ്പൊ എന്ത് എഴുതുക? 8 എഴുതുക, 5 റിമൈൻഡർ. 2 × 8 16, 16 + 5 21, 2187. ഓക്കെ, വേറൊരു നമ്പർ 29 × 13. 3 × 9 27, 2 റിമൈൻഡർ. 2 × 3 6 + 9 15, 15 + 2 17, 1 റിമൈൻഡർ. 1 × 2 2 + 1 3, 377. റൈറ്റ്? വേറൊരു ചോദ്യം 72 × 15. 2 × 5 10, 0 റിമൈൻഡർ 1, 7 × 5 35 + 2 37 + 1 38, 3 റിമൈൻഡർ. 1 × 7 7 + 3 10,080. ഓക്കെ, അപ്പൊ നിങ്ങളെ തന്നെ സ്വയം ചലഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഈ ടൈമർ വെച്ചിട്ട് തന്നെ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് 62 × 19. 2 × 9 18, 1 റിമൈൻഡർ. 9 × 6 54 + 2 56 + 1 57, 5 റിമൈൻഡർ. 1 × 6 6, 6 + 5 11, 1178. വൺ മോർ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 68 × 32. 2 × 8 16, 6, 1 റിമൈൻഡർ. 2 × 6 12, 12 + 24 36, 36 + 1 37, 7, 3 റിമൈൻഡർ. 3 × 6 18 + 1, 3 × 6 18 + 3 22, 2276. ഇപ്പൊ എന്താ ചെയ്തത്? 2 × 8 16, 6, 1 റിമൈൻഡർ. 2 × 6 12, 3 × 8
24. 24 plus 12 is 36. 36 plus 1 is 37. Then 3 remainder. 3 into 6 is 18. 18 plus 3, 21. 2176. അപ്പോൾ നമ്മൾ എന്താണ് ഇനീഷ്യലി ഒക്കെ നമ്മൾ ഈ ഒരു റിമൈൻഡർ ഒക്കെ എടുത്ത് എഴുതിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ബൈ പ്രാക്ടീസ് നമുക്ക് അതൊന്നും ചെയ്യേണ്ട വരില്ല. അപ്പൊ തന്നെ നമുക്ക് മൈൻഡ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വൺ മോർ ക്വസ്റ്റ്യൻ നമുക്ക് ഇന്ന് ബേസ് ചെയ്ത് ചെയ്യാം. 57 into 12. 2 into 7, 14. 1 remainder. 2 into 5, 10. 10 plus 7, 17 plus 1, 18. 1 remainder. 1 into 5, 5 plus 1, 6. 684. 62 into 12. 2 into 2, 4. 2 into 6, 12 plus 2, 14. 1 into 6 plus 1, 7. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ ഒരു 2 ഡിജിറ്റ് നമ്പറിനെ മറ്റൊരു 2 ഡിജിറ്റ് നമ്പർ വെച്ചിട്ട് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ, ഇതൊക്കെ എപ്പോഴും എല്ലാ ക്വസ്റ്റ്യനിലും വരുന്ന യൂഷ്വലി വരുന്ന കാൽക്കുലേഷൻസ് ആണ്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഓക്കെ, ഇനി മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 2 എന്ന് വരുമ്പോൾ 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ കറസ്പോണ്ടിങ് പ്ലേസ് നമ്മൾ ഡബിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 1 2, 3യുടെ ഡബിൾ 6, 6ന്റെ ഡബിൾ 12, 2 റിമൈൻഡർ 1, 1ന്റെ ഡബിൾ 2, 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുക 3, 3 2 6 2. സോ സിമ്പിൾ. അടുത്ത എന്ത് വരും? 487 into 2, 7ന്റെ ഡബിൾ 14, റിമൈൻഡർ 1, 8ന്റെ ഡബിൾ 16 plus 1 17, 7 റിമൈൻഡർ 1, 4ന്റെ ഡബിൾ 8, 8 plus 1 9, 974. നെക്സ്റ്റ് 9 into 2 18, 8 1 റിമൈൻഡർ, 8 into 2 16, 16 plus 1 17, 7 1 റിമൈൻഡർ, 5 into 2 10, 10 plus 1 11, 1178. ഇതെന്ത് വരും? 981 into 2, 1ന്റെ ഡബിൾ ചെയ്താ 2, 8ന്റെ ഡബിൾ ചെയ്താ 16, 6 1 റിമൈൻഡർ, 9 to 2 18, 18 plus 1 19, 1962. നെക്സ്റ്റ് 415 into 2, 5ന്റെ ഡബിൾ ചെയ്താൽ 10, 0 റിമൈൻഡർ 1, 1ന്റെ ഡബിൾ ചെയ്താൽ 2, 2 plus 1 3, 4ന്റെ ഡബിൾ ചെയ്താൽ 8, 830. 675 into 2 എന്ത് ചെയ്യാം? 5ന്റെ ഡബിൾ 10, റിമൈൻഡർ 1, 7ന്റെ ഡബിൾ ചെയ്താൽ 14, 14 plus 1 15, റിമൈൻഡർ 1, 6ന്റെ ഡബിൾ ചെയ്താൽ 12, 12 plus 1 13, 1350. സോ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 2 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് പ്ലേസ് എന്ത് ചെയ്യുക? ഡബിൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 2 നമ്മൾ ഈസിലി എങ്ങനെയാ ചെയ്യാന്നുള്ളത് പഠിച്ചു. അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 5 ആണ്. 5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹാഫ് ദ നമ്പർ മൾട്ടിപ്ലൈഡ് വിത്ത് 10. അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം, 4128 into 5. പിന്നെ ഞാനൊക്കെ നോർമലി ചെയ്യാം 41280, അങ്ങനെ ആലോചിക്കും. അപ്പൊ അതിന്റെ നേരെ ഹാഫ് എന്ന് പറയുമ്പോൾ 4ന്റെ ഹാഫ് 2, ദെൻ 1ന് ഹാഫ് ഇല്ല, അപ്പൊ ഒരു 0 ആഡ് ചെയ്തു, ദെൻ 6 into 12, ദെൻ അഗൈൻ 8ന്റെ ഹാഫ് 4, ദെൻ ഒരു 0. അങ്ങനെ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ദ നമ്പർ, ഇതിന്റെ ഹാഫ് എടുക്കുക, 2 0 6 4, എന്നിട്ട് ഒരു 0 ആഡ് ചെയ്യുക. എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സിമ്പിൾ നിങ്ങൾ ഇതിന്റെ കൂടെ ഇപ്പൊ 6479 into 5 എന്ന് പറയുമ്പോൾ 64790 എന്ന് ചിന്തിക്കാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 2, 64790 ഡിവൈഡഡ് ബൈ 2. 6ന്റെ പകുതി 3, 4ന്റെ പകുതി 2, then 3 into 2 6, റിമൈൻഡർ 1 19, 9 into 2 18, റിമൈൻഡർ 1 10, 5 into 2 10. സിമ്പിൾ. അടുത്ത എന്താണ്? 76870. 7ന്റെ പകുതി 3 into 2 6, റിമൈൻഡർ 1 16 എന്ന് പറയുമ്പോൾ പകുതി 8 ആവും, 8ന്റെ പകുതി 4, 3 into 2 6 10, 5 into 2 10, 38435. സിമ്പിൾ. നെക്സ്റ്റ് 3210 into 5. 3യുടെ പകുതി അല്ലെങ്കിൽ 32ന്റെ പകുതി 16, then 1 ഇല്ല 0, 5 into 2 10, 1605. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേഷൻ വിത്ത് 2ഉം 5ഉം ഒക്കെ ഇതേ രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് സ്ക്വയേഴ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. സ്ക്വയേഴ്സ് ഓഫ് 2 ഡിജിറ്റ് നമ്പർ എങ്ങനെ ചെയ്യാം? ഫോർ എക്സാമ്പിൾ AB, ഇതാണ് ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് വിചാരിക്കുക. ഇതിന്റെ സ്ക്വയർ നമുക്ക് കാണണം. അപ്പോൾ ഫസ്റ്റ് ഡിജിറ്റ് A സ്ക്വയർ, ദെൻ B സ്ക്വയർ, പിന്നെ മിഡിലില് 2AB വരും. ഇങ്ങനെയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം കേട്ടോ. യെസ്, 53 സ്ക്വയർ നമുക്ക് കാണണം. ഓക്കെ, 53 സ്ക്വയർ, 55 3. ഫസ്റ്റ് A സ്ക്വയർ, 5ന്റെ സ്ക്വയർ ഈസ് 25, ദെൻ 3യുടെ സ്ക്വയർ ഈസ് 9, ഞാൻ അതിനെ 09 എന്ന് എഴുതി. ദെൻ 2AB എന്ത് വരും? 2 into 5 into 3, 2 into 5 10 into 3 30. അപ്പൊ ഞാൻ 3 ഇവിടെ 0 ഇവിടെ എഴുതി. എന്ത് കിട്ടും? 2809. ഓക്കെ, 2809. അതുപോലെ 45 സ്ക്വയർ, 45ന്റെ വേറെ ട്രിക്സ് ഉണ്ട്, അത് നമുക്ക് നോക്കാം ലേറ്റർ. ഓക്കെ, 42 സ്ക്വയർ എന്ത് ചെയ്യും?
4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 04, 2ab 2 into 4 into 2, 2 into 4 18 into 2 16, 16 എന്ന് ഇങ്ങനെ എഴുതി. 4 6 7 1764. ഓക്കെ, ഇനി 69 സ്ക്വയർ കാണണം. എങ്ങനെ ചെയ്യാം? 6ന്റെ സ്ക്വയർ 36, 9ന്റെ സ്ക്വയർ 81, then 2ab, that is 2 into 6 into 9, എന്ത് വരും? 9 to 6 54 into 2 108. അപ്പോൾ 10 ഇവിടെ എഴുതി, 8 ഇവിടെ എഴുതി. ആഡ് ചെയ്യുക. 1 8 plus 8 16, റിമൈൻഡർ 1 6 plus 1 7, 3 plus 1 4, 4761. ഓക്കെ, സോ ഇങ്ങനെ സ്ക്വയേഴ്സും നമുക്ക് ഈ രീതിയിൽ എളുപ്പത്തിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ നമ്മൾ അടുത്ത പാർട്ടായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ SSC CGL വേണ്ടിയിട്ട് പുതിയ മാസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് 9249089284 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ബേസിക്സ് തുടങ്ങിയിട്ടായിരിക്കും പഠിക്കുന്നത്. സോ നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, വേറെ എക്സാമിനൊന്നും ഇതുവരെ പ്രിപ്പയർ ചെയ്തില്ല എന്ന് വെച്ച് ഡോണ്ട് വറി, നമ്മൾ ബേസിക് തൊട്ടിട്ടായിരിക്കും പഠിപ്പിക്കുക. അതുപോലെ മെന്റർഷിപ്പോട് കൂടിയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി മന്ത്ലി റിവിഷൻ, മോക്ക് ടെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഉടനെ തന്നെ. SSC എക്സാംസിന്റെ എല്ലാ അപ്ഡേറ്റ്സും ഫ്രീ സ്റ്റഡി മെറ്റീരിയലും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീഡിയോ സ്ക്രീൻഷോട്ട് എടുക്കുക, ഈ QR കോഡ് സ്കാൻ ചെയ്യുക, ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും അതും കാണുക. ഓക്കെ, അപ്പൊ ഈ ഒരു സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.